മറന്നുപോയൊരു ഹീറോ. ലോകകപ്പിൽ വീരോചിത പ്രകടനങ്ങൾ നടത്തിയിട്ടും ടീം മാനേജ്മെന്റിന് എങ്ങനെ അദ്ദേഹത്തെ കൈവിടാൻ കഴിഞ്ഞു? സഞ്ജുവിനെ സംരക്ഷിക്കാനും പിന്തുണ നൽകാനും അവർ എന്തെങ്കിലും ചെയ്യേണ്ടതായിരുന്നില്ലേ? T20 ലോകകപ്പുകളിലെ വീരനായകനുമായ സാക്ഷാൽ സുരേഷ് റെയ്നയുടെ വാക്കുകളാണിത്. BCCIയുടെയും ടീം മാനേജ്മെന്റിന്റെയും വായടപ്പിക്കുന്ന ഓരോ മലയാളി ആരാധകന്റെയും ഉള്ളിലെ നെരിപ്പോടി ഇരട്ടിയാക്കുന്ന വാക്കുകൾ. ലോകകപ്പിൽ ഭാരതത്തെ കിരീടത്തിലേക്ക് നയിച്ച ഒരു മാച്ച് വിന്നറെ ഒരൊറ്റ രാത്രി കൊണ്ട് ഇന്ത്യൻ ടീം മാനേജ്മെന്റ് എങ്ങനെയാണ് അപരിചിതനെ പോലും മറന്നുകളഞ്ഞത്? സ്വന്തം ടീമംഗത്തെ സംരക്ഷിക്കാൻ പോലും കഴിയാത്ത മാനേജ്മെന്റിന്റെ ആ വിവേചനത്തിനെതിരെ സുരേഷ് റെയ്ന തുറന്നടിച്ച ആ സത്യങ്ങളിലേക്ക് നമുക്കൊന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. ഒരു നിമിഷം പുറകോട്ട് ചിന്തിച്ചു നോക്കൂ. ലോകകപ്പിന്റെ സമ്മർദ്ദം നിറഞ്ഞ ആ നിർണായക മത്സരങ്ങളിൽ ടീം തകർച്ച നേരിട്ട ഘട്ടത്തിൽ രക്ഷകനായി അവതരിച്ചത് സഞ്ജു സാംസൺ എന്ന ഈ മലയാളി പോരാളിയായിരുന്നു. എതിരാളികളുടെ മാരക ബോളിംഗ് അറ്റാക്കിനെ ഭയമില്ലാതെ നേരിട്ട് പന്തുകൾ ഗാലറിയിലേക്ക് അടിച്ചൊതുക്കി ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചത് സഞ്ജുവിന്റെ ആ ബാറ്റിംഗ് കരുത്തായിരുന്നു. ഓരോ മത്സരത്തിലും സഞ്ജു ബാറ്റ് ചെയ്യുമ്പോൾ കോടിക്കണക്കിന് വരുന്ന ഇന്ത്യൻ ആരാധകരുടെ നെഞ്ചിൽ വിജയപ്രതീക്ഷ നിറഞ്ഞു. എന്നാൽ ലോകകപ്പ് കിരീടമുയർത്തി ആഘോഷങ്ങൾ കഴിഞ്ഞതോടെ എന്താണ് സംഭവിച്ചത്? ആ ടൂർണമെന്റിലെ യഥാർത്ഥ ഹീറോയെ, കിരീട വിജയത്തിന്റെ വലിയൊരു ശില്പിയെ തൊട്ടടുത്ത പരമ്പരകളിൽ അനായാസം ടീം മാനേജ്മെന്റ് വെട്ടിനിരത്തി. മാച്ച് വിന്നർമാർക്ക് ടീമിൽ നൽകേണ്ട ആ പരിഗണനയോ ബഹുമാനമോ സഞ്ജുവിന് നൽകാൻ BCCI തയ്യാറായില്ല. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഡ്രസ്സിംഗ് റൂം സംസ്കാരവും സെലക്ഷൻ രീതികളും നന്നായി അറിയാവുന്ന ആളാണ് സുരേഷ് റെയ്ന. അതുകൊണ്ട് തന്നെയാണ് റെയ്നയുടെ ഈ പ്രതികരണം ക്രിക്കറ്റ് ലോകത്ത് വലിയൊരു ഭൂകമ്പമായി മാറിയത്. റെയ്നയുടെ ചോദ്യം വളരെ വ്യക്തമായിരുന്നു. ലോകകപ്പ് പോലെ വലിയൊരു വേദിയിൽ വീരോചിതമായി പോരാടി ടീമിനെ ജയിപ്പിച്ച ഒരു കളിക്കാരനെ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഒരു മാനേജ്മെന്റിന് കൈവിടാൻ കഴിയുന്നത്? മറ്റു രാജ്യങ്ങളിൽ ഒരു ലോകകപ്പ് നന്നായി കളിക്കുന്ന താരത്തെ അടുത്ത ഏതാനും വർഷങ്ങളിലേക്ക് ടീമിന്റെ പ്രധാന സ്പൈൻ, അതായത് ആധാരമായിട്ടാണ് മാനേജ്മെന്റ് വളർത്തുന്നത്. അവരെ സംരക്ഷിക്കും, ഫോം ഔട്ട് ആയാൽ പോലും പിന്തുണ നൽകും. എന്നാൽ സഞ്ജുവിന്റെ കാര്യത്തിലുണ്ടായത് നേരെ തലതിരിഞ്ഞ അനുഭവമാണ്. ലോകകപ്പിൽ കഴിവ് തെളിയിച്ചിട്ടും സഞ്ജുവിനെ പ്രൊട്ടക്ട് ചെയ്യാനോ പിന്തുണ ചെയ്യാനോ ടീം മാനേജ്മെന്റ് തയ്യാറായില്ല. ഇതിലും വലിയൊരു നെറുകേട് ഒരു കളിക്കാരനോടും കാണിക്കാനില്ല എന്ന് റെയ്ന അടിവരയിടുന്നു. സുരേഷ് റെയ്ന ചൂണ്ടിക്കാണിച്ച ആ വശമാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. സപ്പോർട്ട് സിസ്റ്റം, അതായത് പിന്തുണ സംവിധാനം. ഇന്ത്യൻ ടീമിലെ ചില പ്രമുഖ താരങ്ങൾക്ക് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന സപ്പോർട്ട് അവിശ്വസനീയമാണ്. അവർ 10-15 മത്സരങ്ങളിൽ തുടർച്ചയായി പരാജയപ്പെട്ടാലും അവർ മാച്ച് വിന്നർമാരാണ്, അവർക്ക് സമയം നൽകണം എന്ന് പറഞ്ഞ് ക്യാപ്റ്റനും പരിശീലകനും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പവലിയൻ തീർക്കും. എന്നാൽ സഞ്ജുവിന്റെ കാര്യത്തിലും ലോകകപ്പിൽ പോലെ മാച്ച് വിന്നറായി തെളിയിച്ചിട്ടും സഞ്ജുവിന് കിട്ടിയത് ഒരൊറ്റ പരാജയത്തിന് പിന്നാലെ പുറത്തേക്കുള്ള വാതിലാണ്. സഞ്ജുവിനെ പിന്തുണയ്ക്കാനോ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം ഉയർത്താനോ ഡ്രസ്സിംഗ് റൂമിൽ ആരുമുണ്ടായിരുന്നില്ല. സ്വന്തം കഴിവുകൊണ്ട് മാത്രം പോരാടുന്ന ഒരു ഏകാംഗ പോരാളിയായി സഞ്ജുവിനെ മാറേണ്ടി വന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട കളിക്കാരനെ ഈ രീതിയിൽ തഴയുന്നത് കാണുമ്പോൾ ഏതൊരു ക്രിക്കറ്റ് പ്രേമിയുടെയും നെഞ്ചു പിടയും. ടീം മാനേജ്മെന്റിന് സഞ്ജുവിനെ മറക്കാം, സെലക്ടർമാർക്ക് സഞ്ജുവിന്റെ പേര് സ്ക്വാഡിൽ നിന്ന് വെട്ടിമാറ്റാം. എന്നാൽ ക്രിക്കറ്റ് ചരിത്രത്തിൽ നിന്ന് സഞ്ജു സാംസൺ എന്ന പേര് മായ്ച്ചു കളയാൻ ആർക്കും കഴിയില്ല. ലോകകപ്പിൽ അദ്ദേഹം കാണിച്ച ആ വീര്യവും ഇന്ത്യക്ക് നേടിത്തന്ന ആ വിജയങ്ങളും ക്രിക്കറ്റ് പ്രേമികളുടെ ഓർമ്മകളിൽ എന്നും തിളങ്ങി നിൽക്കും. റെയ്നയെ പോലുള്ള ഇതിഹാസങ്ങൾ സഞ്ജുവിന് വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ തെളിയുന്നത് സഞ്ജു എന്ന കളിക്കാരന്റെ അനിഷേധ്യമായ ക്ലാസ് തന്നെയാണ്. വീഴ്ത്താൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ, ഒതുക്കാൻ നോക്കുന്നവർക്ക് മുന്നിൽ തളരാതെ പോരാടുന്ന സഞ്ജു സാംസൺ തന്നെയാണ് മലയാളികളുടെ ഇക്കാലത്തെയും വലിയ അഭിമാനം. കൂട്ടുകാരി, സഞ്ജു സാംസണെക്കുറിച്ച് സുരേഷ് റെയ്ന പറഞ്ഞ ഈ തുറന്നടിക്കലിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ലോകകപ്പ് ജയിപ്പിച്ചിട്ടും സഞ്ജുവിനെ തഴഞ്ഞ ടീം മാനേജ്മെന്റിന്റെ നിലപാടിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ രോഷവും ചിന്തകളും താഴെ കമന്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക. സഞ്ജു സാംസൺ എന്ന നമ്മുടെ സ്വന്തം മലയാളി താരത്തോടൊപ്പം നിൽക്കുന്ന എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ക്രിക്കറ്റിലെ ഇതുപോലെയുള്ള മാസ് വാർത്തകൾക്കും സത്യങ്ങൾക്കുമായി നമ്മുടെ സ്പോർട്സ് വിത്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.